അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായുള്ള പുതിയ മന്ത്രിസഭ അധികാരത്തിലേറിയപ്പോൾ ആഹ്ലാദത്തിൻ്റെ അണപൊട്ടിയത് എറണാകുളം ജില്ലയിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ നെട്ടൂരിൽ, പിന്നെ വി ഡി സതീശൻ താമസമാക്കിയിട്ടുള്ള ആലുവ ദേശത്ത്. ഇതിനെല്ലാം അപ്പുറമായിരുന്നു വി ഡി സതീശൻ്റെ സ്വന്തം പറവൂരിൽ. യു ഡി എഫ് പ്രവർത്തകരും വി ഡിയെ സ്നേഹിക്കുന്നവരും അതൊരു ആഘോഷമാക്കി. പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്നതാണ് ഇത്ര ആവേശത്തിന് കാരണം. പക്ഷേ പറവൂരിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി വി ഡി സതീശനല്ല, അത് പറവൂർ ടി കെ എന്നറിയപ്പെടുന്ന ടി കെ നാരായണപിള്ളയാണ്, തിരുക്കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രി. അന്നത്തെ പറവൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട കരുമാലൂരിലാണ് പറവൂർ ടി കെയുടെ ജനനം. ആലുവ പറവൂർ റോഡിൽ നിന്നും തട്ടാമ്പടി ഷാപ്പോടിയിൽ തിരിഞ്ഞ് പാടശേഖരത്തിന് നടുവിലൂടെ പോയാൽ ടി കെയുടെ ജന്മഗൃഹത്തിലേക്കെത്താം. മന്ത്രി റോഡ് എന്നാണ് മനോഹരമായ ഈ റോഡിൻ്റെ പേര് തന്നെ. ഇതാണ് ടി കെയുടെ ജന്മഗൃഹമായ താഴത്തുവീട്. ഇവിടെ എത്തിയാൽ കാണാം ടി കെയുടെ ഓർമ്മകൾ. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പറവൂർ ടി കെ നാരായണപിള്ളയുടെ ജന്മഗൃഹമാണ് ഈ താഴത്തുവീട് തറവാട്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ടി കെയുടെ ചിത്രമാണിത്. ടി കെ ഉപയോഗിച്ചിരുന്ന കസേരയും സപ്രമഞ്ച കട്ടിലുമെല്ലാം ഇന്നും ഇവിടെയുണ്ട്. പറവൂർ ടി കെയുടെ ജന്മശതാബ്ദി ആഘോഷിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഈ വീട്ടുമുറ്റത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനും പുതിയ സർക്കാരിനും ആശംസകൾ അറിയിക്കുകയാണ് മലയാളി മൈൻഡ്സിലൂടെ വിവിധ മേഖലകളിലുള്ളവർ. പറവൂരിൽ നിന്നുള്ള രണ്ടാമത്തെ മുഖ്യമന്ത്രിയായ വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ സർക്കാരിന് ആശംസകൾ. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും. പുതിയ സർക്കാരിന് ആശംസകൾ. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകൾ. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും. പുതിയ സർക്കാരിന് എല്ലാ ആശംസകളും. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും നേരും. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും. പുതിയ സർക്കാരിന് അഭിവാദനങ്ങൾ. പുതിയ സർക്കാരിന് ആശംസകൾ. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും. പുതിയ സർക്കാരിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ അഡ്വക്കേറ്റ് വി ഡി സതീശന് ഞാൻ എല്ലാവിധ ആശംസകളും ഭാവുകളും നേരുകയാണ്.